അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജി മുക്കിന്നാണ് പോണേ. ജഡ്ജി മുക്കിന്ന് ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മാളവള്ളിപ്പുറത്താണ് വിളിച്ചേക്കണത് നമ്മളെ. അപ്പോൾ രാവിലെ വിളിച്ചതാണ് അവർ. അപ്പോൾ രാവിലെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴയും കാര്യങ്ങളും പിന്നെ നമുക്ക് കടയിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കുറച്ച് വൈകി. ഇവിടെ അതേ മടത്തപ്പടി വില്ലേജ് പുതിയതായിട്ട് വന്നേക്കുന്നുണ്ട് അത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വിളി വന്നിട്ടുണ്ടായിരുന്നു വഴക്ക് പറഞ്ഞിട്ട് ഇത് വരാമെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ മഴയുടെ ഗ്യാപ്പ് നോക്കിയാണ് പോവേണ്ട. പിന്നെ നമ്മളിതിപ്പോൾ പറമാട് വഴിയുള്ള യാത്രയുണ്ട. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്താ പറയുക, ഒരു വൈദ്യശാലപ്പടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ റൈറ്റ് സൈഡ് മുകളിലോട്ട് പൊക്കത്തോട്ട് വൈദ്യശാലയുണ്ട്. പണ്ടൊക്കെ ഇവിടെ എല്ലാവരും മരുന്നിന് വന്നിരുന്നതാണ്, കഷായം വാങ്ങിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലമുണ്ടത്. ഇവിടുന്ന് ഈ ലെഫ്റ്റിലോട്ടുള്ള വഴിക്ക് പോയി പനത്തെറ്റാണ്. ഇവിടെ പറമാടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് ഒരു ഡോക്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പറമാട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റലാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ക്ഷേത്രമാണ് പണ്ട് കാലത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടേക്കാണ് ഞാൻ ആദ്യം ചെറുപ്പത്തിലേക്ക് പലചരക്കൊക്കെ വാങ്ങിക്കാൻ വന്നിരുന്നത്. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ. ഈ കടയുണ്ട്. പിന്നെ നേരെ സ്ട്രേറ്റ് നേരെ അങ്ങോട്ട് റേഷൻ കട വഴിയാണ്. ഇത് പറമാട്. ഇവിടെ ഈ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. അതേപോലെ ഈ കട ഞാൻ പണ്ട് നടത്തിയിരുന്ന പറമാട്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐരാണിക്കുളമൊക്കെ പോകാൻ പറ്റും. താണിശ്ശേരിയൊക്കെ പോകണ വഴിയല്ല. ഇതിലേക്ക് പണ്ട് ഞങ്ങൾ വന്നിട്ടുള്ള വഴിയുണ്ട്. അതൊക്കെ ഇതുപോലെയാണ്. ഇവിടെ ഒരു ഷാപ്പ് തന്നെ ഉണ്ട്. പറമാട് ഷാപ്പാണ്. ഇവിടെ ഷാപ്പ് തന്നെ ഉണ്ട് കാണണേ. അതേപോലെ ഇവിടുന്ന് ലെഫ്റ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിരട്ടപ്പടി സൈഡിലോട്ട് പോകാം. ഞങ്ങളുടെ ചാർവാട്ടമ്പലമൊക്കെ അവിടെയുണ്ട്. ചാത്തന്തറ അമ്പലമൊക്കെ അവിടെയാണ് ഈ വഴി. പിന്നെ ഇവിടുന്ന് സ്ട്രൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടത്തിക്കാവാണ് വന്നത്. പിന്നെ നമുക്ക് നേരെ മടത്തിക്കാവ്. ഇവിടെയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവത്തിനൊക്കെ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ എന്താ പറയുക, സമയം കിട്ടാത്തതിൻ്റെ പേരിലും ഒരേ തിരക്കുകൾ വരുമ്പോൾ നമുക്ക് പോകില്ല. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്ക് ഉത്സവത്തിന് വേണ്ടി എൻ്റെ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അച്ഛനൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വരുമായിരുന്നു കേട്ടോ. പാടത്തെ കൂടെയൊക്കെ നടന്നൊക്കെ വന്നിരുന്നു കേട്ടോ. ഇത് മടത്തിക്കാവ്. ഇതിൻ്റെ ഫ്രണ്ട് അപ്പുറം ഉണ്ടാകും. അങ്ങനെ നമ്മൾ പൂപ്പത്തിയിലോട്ട് എത്താറായിട്ട് ഒരു മൃഗാശുപത്രിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. പൂപ്പത്തി മൃഗാശുപത്രിയൊക്കെ കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരുപാട് എന്താ പറയുക, കുറേ കാലം ചെറുപ്പത്തിലേക്ക് ഒരുപാട് തവണ ഇവിടേക്ക് എത്തിയേക്കുന്ന സ്ഥലമുണ്ട്. പഴയൊരു അമ്പലമുണ്ട് അവിടെ. ഇവിടെ നിന്നും ഉത്സവത്തിനോടനുബന്ധിച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പൂപ്പത്തി നമുക്കിവിടെ നിന്ന് സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. ലെഫ്റ്റോട്ട് പോയി പുയ്യക്ക് പോവാം, റൈറ്റിലോട്ട് വലിയവർക്ക് പോവാം, നേരെ മാളയ്ക്ക് പോവാം. നേരെ പൂപ്പത്തി. ഇത് പൂപ്പത്തി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കേ പൂപ്പത്തി. അതിൻ്റെ നേരെ പൊക്കത്ത് കേട്ടാം. നല്ല ഷാപ്പൊക്കെ ഉണ്ട്. പണ്ടത്തെ അടിപൊളി ഷാപ്പുകളായിരുന്നു അതൊക്കെ. അപ്പോൾ അതേ വടക്കേ പൂപ്പത്തിലോട്ട് നമ്മൾ കയറിണ്ടാം. അപ്പോൾ അവിടെ ഈ പോണ വഴിക്കൊക്കെ നമ്മൾ സ്ഥിരം നടന്നിരുന്ന ഒരു സ്ഥലമുണ്ടായി പണ്ട്. ഇപ്പം ഇല്ലെന്നുള്ളൂ. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്താ പറയുക, ചെറുപ്പത്തിലേക്ക് ഇവിടെ നടന്നു മുടി വെട്ടാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വടക്കേ പൂപ്പത്തി. ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുരുവല്ലിശ്ശേരിയൊക്കെ കയറാൻ പറ്റും കേട്ടോ. ഇവിടെ വർക്കിനൊക്കെ വന്നിട്ടുണ്ട് വടക്കേ പൂപ്പത്തി. ഇവിടെ നമ്മുടെ കൂട്ടുകാരനെ ഇവിടെ ഒരു കടയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലെ കടയൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് ഒരു കടയുടെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉണ്ടാവും. 5 കിലോമീറ്റർ മേലേക്ക് ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇതേ വരുന്നത് തങ്കുളം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. തങ്കുളം ഇവിടെ ഒരു അമ്പലമുണ്ട് തങ്കുളം. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് തങ്കുളം അമ്പലം വരുന്ന ക്ഷേത്രമാണ്. രാമായണ മാസത്തിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ ആ വളവ് കഴിഞ്ഞ് കയറുന്നത് നമുക്ക് പ്ലാവുമുറിയിൽ 3 മുറിയുണ്ട്. പ്ലവ് കഴിഞ്ഞ് നേരെ കയറ്റം കയറി ചെല്ലുമ്പോൾ നമുക്ക് 3 മുറിയിലോട്ട് ചെല്ലാൻ പറ്റില്ല. 3 മുറിയിൽ നിന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് മാളവള്ളിപ്പുറം തന്നെ വേറെ സ്ഥലത്തോട്ട് പോകാൻ പറ്റും. മാളയ്ക്ക് പോകാനുള്ളൊരു കുഴിയുണ്ട്. ഇതാണ് 3 മുറി. കട പുത്തമ്പേലിക്കര ഒരു ചേച്ചി കിടത്തുന്ന കടയുണ്ട്. നമ്മുടെ സ്വന്തക്കാരുടെ കടയുണ്ട്. സ്വന്തക്കാരനല്ല, നമ്മുടെ പരിചയക്കാരുടെ ഒരു കടയുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങളുടെ നേരെ ചെല്ലുന്നത് പ്ലാവിൻ മുറി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എഴുതെറ്റി അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മളെ അറിയണമെന്ന് നമ്മളെ അയൽവാസിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാവുമുറിയിൽ നിന്ന് നമുക്ക് മാളവള്ളിപ്പുറത്തോട്ടാണ് പോകേണ്ടത്. പ്ലാവുമുറിയിലോട്ട് വേണ്ടത്. നമ്മളിപ്പോൾ പ്ലാവുമുറിയിൽ നിന്ന് നേരെ തന്നെ പോകണം. ലെഫ്റ്റാണ് പോകേണ്ടിയിരുന്നത്.
ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടിയിരുന്നത്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ആ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മാളയ്ക്ക് പോവാം. ഇവിടെ നേരെ ചെന്ന് കയറുന്നത് പ്ലാവുമുറി ഉണ്ടാവും. പ്ലാവുമുറി അല്ല, മാളവള്ളിപ്പുറം ഉണ്ടാവും. ഇവിടുന്ന് റൈറ്റ് മാളയ്ക്കും സ്ട്രൈറ്റ് പൊയ്യ നമുക്ക് അപ്പുറേ വരായിരുന്നു. ഞാൻ ഈ കോട്ടമുറി മറ്റേ പ്ലാവുമുറി എന്ന് പറഞ്ഞാലാണ് ഇതിലേ പോകുന്നത് കേട്ടോ. ഒരു കല്ലറക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ ആരോടെങ്കിലും ചോദിച്ചായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരെ പൊയ്യ കുട്ടവേലിക്കര അങ്ങനെ എല്ലായിടത്തോട്ട് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. അങ്ങോട്ടാ കൊടുങ്ങല്ലൂരൊക്കെ പോകാൻ പറ്റും. ഇത് മാളവള്ളിപ്പുറം പള്ളിയാണ് കേട്ടോ. ഈ റൈറ്റിലുള്ള ഒരാളോട് വഴി ചോദിച്ച് 3ാമത്തെ വീടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെയാണ് വന്നത്, കല്ലറക്കൽ വർക്ക്ഷോപ്പ് ചേർന്ന്. ഇവിടെ ഒരു ചെറിയ വഴി ഉണ്ടെന്ന് പറഞ്ഞത്, ആ വഴിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. ഈ ഒരു കുഞ്ഞു വഴിക്കാൻ തോന്നണം. അപ്പോൾ ഈ വഴിക്ക് ഇങ്ങോട്ട് പോകണം. വഴി ഇവിടെ ചെറിയൊരു വഴിയാണ്, പക്ഷെ ഇതാണ് വീട്. ആ കാണാൻ വീട്ടിലാണ് നമ്മുടെ അയൽവാസിയാണ്.